നാലാക്കി കഷ്ണാക്കിയത്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ: 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, ആവശ്യത്തിന് സോൾട്ട്. ഇതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മസാലകൾ നമ്മൾ കട്ട് ചെയ്ത ചിക്കനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കായിട്ട് 2 വലിയ പീസ് കോളിഫ്ലവർ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കായി എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട് 4 ടീസ്പൂൺ, അതുപോലെ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ, തന്തൂരി മസാല 2 ടീസ്പൂൺ, ആവശ്യത്തിന് സാൾട്ട് 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ പൊരിക്കുന്നതിലേക്ക് ഒരു 3 മുട്ടയുടെ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കായി 4 പീസ് സവാള നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരി വേവിച്ചെടുക്കാനുള്ള വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ്, അതുപോലെ ഗ്രാമ്പു, അതുപോലെ പട്ടയുടെ ഇല, അതുപോലെ പട്ട നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഓണിയനും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഇതിൻ്റെ തൈ ഭാഗത്തേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച അരി നമുക്ക് പകുതി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ചുകൂടി ഓണിയനും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള അരി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഓണിയനും നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയൻ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ കൊണ്ടുള്ള ഗോബി മഞ്ചൂരിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുവെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.